ഇനിയും പാകിസ്ഥാനെ നമ്പിയിരുന്നാൽ യുദ്ധത്തിന് ഒരവസാനം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. കാരണം ആദ്യഘട്ട ചർച്ച വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും രണ്ടാം ഘട്ട ചർച്ചയാകട്ടെ അനിശ്ചിതത്വത്തിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമായതിനാൽ തന്നെ ഇവിടെ പാകിസ്ഥാന്റെ നയതന്ത്ര മികവിനെ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. US നിരന്തരം ഇറാനുമേൽ ആക്രമണം നടത്താനുള്ള എല്ലാ മാർഗങ്ങളും അവിടെ സ്വീകരിക്കുകയും ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ വഴിമാറുകയും ചെയ്തതോടുകൂടി തന്നെ ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തുന്നത്. അമേരിക്ക അതായത് അവർക്ക് കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് ഒരു പാഠം പോലും ഉൾക്കൊണ്ടിട്ടില്ല എന്നും വീണ്ടും ഇതേ സ്ഥിതി തുടർന്നാൽ തന്നെ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും ഇനിയും യുദ്ധത്തിന് മേൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ചർച്ചകളോ അതിന് തയ്യാറാവില്ല എന്ന നിലപാട് തന്നെയാണ് ഇവിടെ ഇറാൻ ഉറപ്പിച്ച് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ഇറാൻ US വെടിനിർത്തൽ ചർച്ചയുടെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നതിനിടയിലാണ് പാകിസ്ഥാൻ നേരിടുന്നത് കടുത്ത നയതന്ത്ര സാമ്പത്തിക പ്രതിസന്ധികളാണ് എന്ന റിപ്പോർട്ട് പോലും പുറത്തു വന്നിരിക്കുന്നത്. താത്കാലിക വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഹോർമുസ് കടലിടുക്കിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ അതിന്റെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നതും. ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയുമാണ്. ഏപ്രിൽ 22-നാണ് താൽക്കാലിക വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുന്നത്. അതേപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ US-ഉമായി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായും US-നെയും വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതും പാകിസ്ഥാന്റെ ആവശ്യമായി മാറുകയാണ്. മുൻകാലങ്ങളിൽ വെച്ച് ആഗോള സംഘർഷങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായമായിരുന്നുവെങ്കിൽ പോലും നിലവിലെ ഇറാൻ US പ്രതിസന്ധി രാജ്യത്തിന് വൻ തിരിച്ചടിയായി മാറുകയാണ്. 1979 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്തും അതേപോലെ തന്നെ 9/11 ശേഷമുള്ള ഭീകരവിരുദ്ധ പോരാട്ട കാലത്തും പാകിസ്ഥാൻ വലിയ തോതിൽ സാമ്പത്തിക സഹായങ്ങളും അതുപോലെ കടാശ്വാസങ്ങളും കൈപ്പറ്റിയിരുന്നു. 1980-കളിൽ ഏകദേശം 20 മുതൽ 27 മില്യൺ ഡോളറിന്റെ വിദേശ സഹായമാണ് രാജ്യത്തിന് ലഭിച്ചത്. എന്നാൽ 2026-ൽ ഈ സാഹചര്യം പാടെ തന്നെ മാറിമറിയുകയും ചെയ്തിരുന്നു. സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണ് ഇന്ന് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി മൂലം അവിടെ വലിയ രീതിയിലുള്ള മൂലധന ചോർച്ചയും വിദേശകാര്യ ശേഖരത്തിലെ ഇടിവുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇവിടെ നേരിടുന്നത്. കടം വാങ്ങിയ 3.5 മില്യൺ ഡോളർ അടിയന്തരമായി തന്നെ തിരികെ നൽകാൻ UAE ആവശ്യപ്പെട്ടത് പ്രതിസന്ധി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 16 ബില്യൺ ഡോളർ കരുതൽ ശേഖരമുള്ള പാകിസ്ഥാനിൽ നിന്ന് 5.7 ബില്യൺ ഡോളറിന്റെ വിദേശ നാണയ ചോർച്ചയാണ് ഈ വർഷം മാത്രമായി തന്നെ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഇവിടെ സാമ്പത്തികമായി തന്നെ പിടിച്ചു നിർത്താൻ അവിടെ ഖത്തറും സൗദി അറേബ്യയും ചേർന്ന് 5 മില്യൺ ഡോളറിന്റെ ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പാകിസ്ഥാന് ദീർഘകാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ആകില്ല എന്നതാണ് വാസ്തവം. പാകിസ്ഥാന്റെ ഇന്ധന ഇറക്കുമതിയുടെ 80 മുതൽ 85% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാനിൽ പണപ്പെരുപ്പത്തിനും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നുണ്ട്. ഒരു കാലത്ത് ഭൗമരാഷ്ട്രീയ നേട്ടമായി കണ്ടിരുന്ന രാജ്യത്തിന്റെ സ്ഥാനം ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.